കമ്പനിയിലേക്ക് ഇറങ്ങുകയാണോ? ആ അതെ മമ്മി, ഇന്നലെ ഞാൻ നേരത്തെ ഇറങ്ങിയതല്ലേ, കുറച്ച് വർക്ക് പെൻഡിംഗ് ഉണ്ട്. നീ ഈയിടെയായി കൂടുതൽ ജോലിഭാരം ഏറ്റെടുക്കുന്നുണ്ട്. നിനക്കൊരു ബ്രേക്ക് എടുത്ത് ഒരു യാത്രക്കൊക്കെ പോയി വന്നൂടെ? മമ്മി എന്തിനാ ഒരു പേഷ്യന്റിനെ പോലെ കാണുന്നത്? എനിക്കൊരു കുഴപ്പമില്ല. അതൊക്കെ എനിക്കറിയാം. എന്നാലും നീ കൂടുതൽ സ്ട്രെയിൻ എടുക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ആഹാ, ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ മടിയാണെങ്കിൽ മുക്തയും കൂട്ടിക്കോ. മുക്തയോ? ആ, ഞാനെന്തിനാ അവളുടെ കൂടെ യാത്ര ചെയ്യുന്ന? അവളും നിന്നെ പോലെ കമ്പനിയുടെ തിരക്കിൽപ്പെട്ട് വല്ലാത്ത സ്ട്രെസ് എടുക്കുന്ന ആളല്ലേ. അവൾക്കും ഒരു ചേഞ്ച് ആവും. മമ്മി പറയുന്ന കേട്ടാ, അവൾക്ക് വേണ്ടി ഞാൻ ട്രിപ്പിന് പോണെന്ന് തോന്നുന്നല്ലോ. അതിനെന്താ കുഴപ്പം? നിങ്ങൾ ഒരുമിച്ചൊരു കമ്പനി നടത്തുന്നവരല്ലേ. നിങ്ങൾക്ക് പരസ്പരം കൂടുതൽ മനസ്സിലാക്കാൻ അതൊരു സഹായാവും. കൈലാഷ്, ഞാനൊരു പ്രധാനപ്പെട്ട ക്ലയന്റുമായി മീറ്റിംഗിന് പോവാ. നീ എന്റെ കൂടെ വാ. ഞാനോ? ആ, നീ തന്നെ. ഓഫീസിലെ ജോലികൾ മാത്രം ചെയ്താൽ പോരല്ലോ, ക്ലയന്റുകളെ എങ്ങനെ ഇംപ്രസ് ചെയ്യണമെന്ന് നീ പഠിക്കണം. അതിന് അറിവിന്നില്ലേ? ആ, അവനെ മാത്രം വിശ്വസിച്ച് നിൽക്കരുത്. നാളെ അവൻ ഈ കമ്പനി വിട്ടുപോയാൽ അവന്റെ ഒപ്പം അവൻ കൊണ്ടുവന്ന ക്ലയൻസുകളും പോകരുത്. അതിന് അവരുമായി നീ നല്ലൊരു ബന്ധം സ്ഥാപിക്കണം. അതുകൊണ്ട് നീയും മുക്തയും ഇന്നത്തെ മീറ്റിംഗിൽ പങ്കെടുക്കണം. മുക്തയോ? ആ, അവളെന്തിനാ ക്ലയന്റ് മീറ്റിംഗിന് വരുന്നത്? ഇനി മുതൽ കമ്പനിയുടെ എല്ലാ കാര്യങ്ങളിലും MD ആയ നീയും CEO ആയ മുക്തയും ഒരുപോലെ ഇടപെടണം. നിങ്ങൾ രണ്ടുപേരും പരസ്പരം നന്നായി മനസ്സിലാക്കണം. ഇത് തന്നെയാണല്ലോ മമ്മിയും പറഞ്ഞത്. ഞങ്ങൾ ഒരേ സ്കൂളിൽ പഠിച്ചു വളർന്നവരാ. അവളെ ഞാനിനി എന്ത് മനസ്സിലാക്കാനാ? നിങ്ങൾ സംസാരിക്കുന്ന കേട്ടാ തോന്നും ഞങ്ങൾ എന്തോ ബദ്ധശത്രുക്കളാണെന്ന്. ഓക്കെ, ശരി, ഞാൻ മുക്തയെ വിളിച്ച് ഇങ്ങോട്ട് വരാൻ പറയാം. വേണ്ട, ഞാൻ അരവിന്ദനോട് വരുന്ന വഴിക്ക് അവളെ പിക്ക് ചെയ്ത് റിസോർട്ടിലോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. മീറ്റിംഗ് അവിടെ വെച്ചാ. നീ പോയി വണ്ടി എടുക്ക, ഞാനിപ്പോ വരാം. ഓക്കെ ഡാഡി. പോട്ടെ മമ്മി. ദേ, ഞാൻ പറഞ്ഞത് മറക്കരുത്. കൈലാഷിനോട് മുക്തയെപ്പറ്റി സംസാരിക്കണം. ആദ്യം മീറ്റിംഗ് ഒന്ന് കഴിയട്ടെ, എന്നിട്ട് ഞാൻ സംസാരിക്കാം. ശരി. ആറു, നീ എന്താ ആലോചിക്കുന്നേ? നമുക്ക് റിസോർട്ടിലേക്ക് പോകണ്ടേ? പോണം. അവിടെ നിന്നും എന്നെ ഈ അവസ്ഥയിലാക്കിയ ആളെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടുന്ന പ്രതീക്ഷ എനിക്കുണ്ട്. എനിക്കും ആ കാര്യത്തിൽ നല്ല ഉറപ്പുണ്ട്. നിനക്കെതിരെ ഈ അതിക്രമം നടന്നത് റിസോർട്ടിലെ ആ പാർട്ടിയിൽ വെച്ച് തന്നെ ആയിരിക്കും. പാർവതിക്ക് അന്ന് നടന്നതല്ല ഓർമ്മ വന്നു. അല്ലാതെ പിന്നെ റിസോർട്ടിൽ വെച്ചാണ് അവൾക്ക് അതിക്രമം നടന്നതെന്ന് അവൾ എങ്ങനെയാ മനസ്സിലാക്കിയത്? ഞാനൊരു കാര്യം പറഞ്ഞാ നീ എന്നോട് ദേഷ്യപ്പെടരുത്. എന്താ? നിനക്ക് ചുറ്റുമുള്ള ആരോ ആണ് നിന്നോട് ഈ അതിക്രമം ചെയ്തതെന്ന് മനസ്സിലാക്കിയ സ്ഥിതിക്ക് നീ കുറച്ചുകൂടെ സൂക്ഷിക്കണം. നമ്മൾ എന്തായാലും റിസോർട്ടിലേക്ക് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പോവല്ലേ. നമ്മൾ പെൺകുട്ടികൾ മാത്രം പോകുന്നതിനേക്കാൾ നല്ലത് പ്രിയനെ കൂടെ കൂടെ കൂട്ടുന്നതല്ലേ. വേണ്ട, ഞാൻ പറയുന്നത് മുഴുവനും ഒന്ന് കേൾക്ക്. സത്യം എന്താണെന്ന് പ്രിയനെന്ന് മറച്ചു വെച്ചത് കൊണ്ട് ഒരു കാര്യമില്ല. നീ അവനിൽ നിന്ന് അകൽച്ച പാലിക്കുകയാണെന്ന് കരുതി അവൻ കൂടുതൽ വേദനയ്ക്ക് മാത്രമേ ചെയ്യൂ. പക്ഷെ നിനക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിഞ്ഞാൽ നിന്റെ അവസ്ഥ മനസ്സിലാക്കാൻ അവന് സാധിക്കും. പ്രിയൻ ഒരു നല്ല മനുഷ്യനാ. അവൻ നിനക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന എനിക്ക് തോന്നുന്നത്. അത് മാത്രമല്ല, നിന്നോട് ഈ ക്രൂരത കാണിച്ചവൻ ആ കമ്പനിക്കകത്ത് തന്നെയുണ്ട്. അവിടെ വന്ന് നിന്നെ സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. പ്രിയനെ നിനക്ക് വിശ്വസിച്ച് കൂടെ നിർത്താം. എനിക്കൊരു സംരക്ഷണത്തിന്റെ ആവശ്യമില്ല. ഒരു പെൺകുട്ടിക്ക് സംഭവിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ അതിക്രമം ഞാൻ നേരിട്ട് കഴിഞ്ഞത്. ഇനി അതിന്റെ ഉത്തരവാദിയെ കണ്ടുപിടിക്കുന്നതിനിടയില് എന്റെ ജീവൻ പോയാലും എനിക്ക് ഒരു കുഴപ്പമില്ല. നീ എന്തൊക്കെയാ പറയുന്ന പാറു? സത്യം, എനിക്ക് നീ
മേലും കീഴും നോക്കാനില്ല.